സുലേഖ ശശികുമാർ കൂടി ചേരുകയാണ്. സുലേഖ, മാതാപിതാക്കളുടെ അടുത്തേക്ക് തിരിച്ചു വരണമെന്ന് തോന്നാത്ത തരത്തിൽ അവളെ മറ്റാരും അസമിൽ കാത്തിരിക്കുന്നുണ്ടെന്നുള്ളൊരു പ്രതീക്ഷ 13 വയസ്സുകാരിക്കുണ്ട്. അതുകൊണ്ടാണ് ഈ അന്വേഷണങ്ങളെക്കാൾ മറ്റുള്ള സംവിധാനങ്ങളെക്കാളൊക്കെ വളരെ വേഗം അവൾ കുതിച്ചുകൊണ്ടേയിരിക്കുന്നത്. ആ നിലയിൽ നാടുമായി ബന്ധപ്പെട്ട് കുട്ടിയുടെ മാതാപിതാക്കൾ മറ്റേതെങ്കിലുമൊക്കെ തരത്തിലുള്ള പുതിയ വിവരങ്ങൾ അന്വേഷണത്തിന് സഹായകരമാകുന്ന രീതിയിൽ നൽകുന്നുണ്ടോ സുലേഖ? ഒരുപക്ഷെ സഹോദരന്റെ അടുത്തേക്ക് പോയിരിക്കാമെന്നുള്ള സൂചനകൾ ആദ്യഘട്ടത്തിൽ ഉണ്ടായിരുന്നെങ്കിലും പിന്നീടും അത് നിരാശപ്പെടുത്തുകയായിരുന്നല്ലോ. തീർച്ചയായും അത്തരത്തിൽ ഈ പെൺകുട്ടികളുടെ തിരച്ചിൽ അത് അതിശക്തമായി തുടരുന്ന സാഹചര്യത്തിൽ തന്നെ അതിവേഗം ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ഈ കുട്ടി ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. അത് വലിയ രീതിയിലുള്ളൊരു ആശങ്ക പോലീസിന് സൃഷ്ടിക്കുന്നു. കാരണം ആദ്യം തിരുവനന്തപുരം സിറ്റി വിട്ടു പോയിട്ടില്ല എന്നുള്ളൊരു നിഗമനത്തിലേക്ക് പോലീസ് എത്തുന്ന സമയത്താണ് കുട്ടിയെ ട്രെയിനിൽ കണ്ടു എന്നുള്ളൊരു കാര്യം പാറശാല സ്വദേശിനി ഭവിത എന്ന് പറയുന്ന ഒരാള് ഇത്തരത്തിൽ കുട്ടിയുടെ ഫോട്ടോയടക്കമുള്ള കാര്യം പോലീസിന് വിവരം കൈമാറുന്നത്. ആ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് കന്യാകുമാരിയിൽ അന്വേഷണം നടത്തുന്നത്. ആ അന്വേഷണം ഇങ്ങനെ നടന്നുകൊണ്ടേയിരിക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പെൺകുട്ടി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ എത്തി എന്നുള്ളൊരു സ്ഥിരീകരണം DCP നൽകുക. അത്തരത്തിൽ ഇങ്ങനെ ഒരു സ്ഥലത്തെത്തി എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടുന്നതിനിടയിലാണ് ഇത്തരത്തിൽ പെൺകുട്ടി മറ്റൊരു സ്ഥലത്തേക്ക് എത്തി എന്നുള്ള വിവരം പോലീസിന് ലഭിക്കുന്ന സാഹചര്യമുള്ളത്. അതുകൊണ്ട് തന്നെ ആശ്രിത നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ അതിവേഗം ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്കുള്ള ഒരു യാത്രയിലാണ് ഈ പെൺകുട്ടി എന്നുള്ളത് തന്നെയാണ്. നിലവിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ ഈ കുട്ടിയെ കണ്ടതായി സ്ഥിരീകരണം വന്നിട്ടുണ്ട്. അതിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷനിലെ CCTV ദൃശ്യങ്ങളിൽ നിന്നാണ് ഇത്തരത്തിൽ ഈ 13 വയസ്സുകാരിയെ തിരിച്ചറിഞ്ഞിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട് ചെന്നൈ സിറ്റി പോലീസ് കമ്മീഷണറുടെ കീഴിൽ 4 SP-മാരുടെ സംഘം ഈ കുട്ടിക്ക് വേണ്ടിയുള്ള തിരച്ചിൽ ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അത്തരത്തിലുള്ള പരിശോധന ചെന്നൈ റെയിൽവേ സ്റ്റേഷൻ കേന്ദ്രീകരിച്ച് നടത്തുന്നുണ്ട്. അതിനൊപ്പം തന്നെ ഈ കുട്ടി ചെന്നൈ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ട്രെയിൻ കയറി എന്നുള്ളൊരു സംശയം കൂടി ഈ സാഹചര്യത്തിൽ വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ്. നേരത്തെ അശ്രിത സൂചിപ്പിച്ചതുപോലെ ഈ കുട്ടിയുടെ സഹോദരൻ നിലവിലുള്ളത് ബംഗളൂരുവിലാണ്. ഈ ബംഗളൂരുവിലേക്ക് കുട്ടി കടന്നിട്ടുണ്ടോ എന്നുള്ളൊരു സംശയം അത് കൂടുതൽ വർദ്ധിക്കുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം ഇന്ന് രാവിലെ തൊട്ട് ഇത്തരത്തിൽ സഹോദരന്റെ അടുത്തേക്കുള്ള യാത്രയാകാം ഈ കുട്ടി നടത്തുന്നത് എന്നുള്ളൊരു സംശയം രാവിലെ തന്നെ വന്നിരുന്നു. അത് കൂടുതൽ ദൃഢപ്പെടുത്തുന്ന രീതിയിലുള്ളൊരു കാര്യമാണ് ഇന്ന് ഇപ്പോൾ ലഭിക്കുന്ന വിവരം എന്ന് പറയുന്നത്. ചെന്നൈയിൽ നിന്ന് ഒന്നെങ്കിൽ ബംഗളൂരു അല്ലെങ്കിൽ അസം അതല്ലെങ്കിൽ ദില്ലി എന്ന് പറയുന്ന ഈ 3 സ്ഥലങ്ങളിലേക്കുള്ളൊരു യാത്രയാണ് പോലീസ് സംശയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ ഈ ചെന്നൈ കേന്ദ്രീകരിച്ചാണ് കേരള പോലീസിന്റെ പരിശോധനകൾ ഇനി ഉണ്ടാവുക എന്നുള്ളത് തന്നെയാണ്. കുട്ടിക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ട്രെയിനുകളിലടക്കം പോലീസ് പരിശോധന നടത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇതിലൊന്നും തന്നെ കുട്ടിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും കണ്ടെത്താൻ പോലീസിന് കഴിഞ്ഞില്ലായിരുന്നു. അതിവേഗം സഞ്ചരിക്കുന്ന ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് അതിവേഗം സഞ്ചരിക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തന്നെ ഈ കുട്ടി തന്നിലേക്ക് പോലീസ് എത്തുന്നു എന്ന് മനസ്സിലാക്കുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല. കാരണം കുട്ടിയുടെ കയ്യിൽ ഫോണോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. പക്ഷേ കുട്ടിയുടെ കയ്യിൽ ആകെയുള്ളത് 50 രൂപയോളം വരുന്ന രൂപ മാത്രമാണ് ഈ കുട്ടിയുടെ കയ്യിലുള്ളത്. ഈ 50 രൂപ കൊണ്ടാണ് കുട്ടി സഞ്ചരിക്കുന്നത് എന്നുള്ളത് ഈ സംഭവത്തിൽ ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. കുട്ടിക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളതിൽ പോലീസിന് ആശങ്ക തുടരുന്നുണ്ട്. കാരണം ഈ കന്യാകുമാരി സ്ഥലങ്ങളിൽ നിന്ന് ഈ കുട്ടിക്ക് എവിടെ നിന്നെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്നുള്ളത് അറിയേണ്ടതുണ്ട്. അതിനൊപ്പം തന്നെ ഇന്നലെ രാവിലെ മുതൽ ഇതുവരെ കുട്ടി ഒന്നും കഴിച്ചിട്ടുണ്ടോ എന്നുള്ളൊരു ആശങ്ക കൂടിയുണ്ട്. കാരണം ആരുടെങ്കിലും സഹായമില്ലാതെ കുട്ടിക്ക് ഇത്തരത്തിൽ യാത്ര ചെയ്യാനും ഒപ്പം ഭക്ഷണം കഴിക്കാനും ഒന്നും കഴിയില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. 13 വയസ്സുകാരിയായ ഒരു പെൺകുട്ടിയാണ്. അതുകൊണ്ട് തന്നെ ഈ 13 വയസ്സുകാരി എന്ന് പറയുന്ന സമയത്ത് ഒരു 9ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന ഒരു കുട്ടിയോളം വളർന്നൊരു കുട്ടിയാണ്. ഇന്നലെ മാതാപിതാക്കളോട് സംസാരിക്കുന്ന സമയത്ത് ആ കുട്ടിക്ക് അസം ഭാഷ മാത്രമേ അറിയൂ എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇന്ന് ആ കുട്ടിക്ക് ഇംഗ്ലീഷ് ചെറുതായി വായിക്കാനും ഹിന്ദി സംസാരിക്കാനും ഒക്കെ അറിയാം എന്നുള്ളൊരു കാര്യം കൂടി പുറത്തു വരുന്നൊരു വിവരമുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ കുട്ടി സഞ്ചരിക്കുന്ന സമയത്ത് ഭാഷ ഒരു പ്രശ്നമാകുന്നില്ല എന്നതുകൂടി നമ്മൾ കാണേണ്ടതുണ്ട്. കാരണം തീർച്ചയായും സുലേഖ, കുട്ടിക്ക് തടസ്സമാകുന്നില്ല ഇങ്ങനെയൊക്കെ ഈ ട്രെയിനുകളൊക്കെ കൃത്യമായി മനസ്സിലാക്കാനും അതിൽ കൃത്യമായി കയറി യാത്ര ചെയ്യാനും ആ കുട്ടിക്ക് കഴിയുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ആ ഭാഷ വലിയ തരത്തിൽ തടസ്സമാകുന്നില്ല എന്ന് തന്നെ വേണം കരുതാൻ.